വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ ജോഷി. അപ്പം ഇന്നൊരു ഞാൻ ലോങ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അതായത് ഒരു യാത്ര പോയി, ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ അങ്ങനെയൊക്കെ പറയാം. കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ. അതേറെ സന്തോഷകരമായിരുന്നു. അപ്പം ആ ഒരു സന്തോഷ നിമിഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് കാണാം. അതായത് എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അതായത് എൻ്റെ മാമൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ അല്ല, എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക്. അതായത് വെള്ളന്നൂരാണ്, ഇഷ്ടിക ബസാർ അവിടെയാണ് കേട്ടോ ഞങ്ങൾ മാമൻ്റെ വീട്. ഞങ്ങൾ അവിടെ ഒരു 11-11:30 എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തിയും ഭർത്താവും കുട്ടിയും, ഇത്രയും അടങ്ങുന്ന ഒരു മീറ്റപ്പായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട്. അപ്പം പലർക്കും തോന്നുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുന്നതല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്നെ അറിയുന്നവർക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞങ്ങളുടെ മാരേജ് എങ്ങനെയായിരുന്നു, അന്നത്തെ സിറ്റുവേഷൻസ്, പ്രോബ്ലംസ്, അതറിയുന്നവർക്ക് മനസ്സിലാവും ഈ ഒരു മീറ്റപ്പൊക്കെ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രത്തോളം വലുതാണെന്ന്. അങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷങ്ങൾക്ക് ശേഷം എന്നറിയാം ഇങ്ങനെയൊക്കെ ഒത്തുകൂടാൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ, അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നേ. മക്കളൊക്കെ ഒത്തുകൂടിയിട്ട് ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. അവിടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2-3 തവണയൊക്കെ പോയിട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടി ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് ഫാമിലി എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ. അതായത് അച്ഛൻ്റെ അല്ലെങ്കിൽ ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. ഇവിടെ ഫുഡൊക്കെ സെറ്റാക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് മടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഓരോരുത്തരും മുഖം പൊത്തുന്നത്. ഞാൻ മാക്സിമം അങ്ങനെ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നെ ആരും എടുക്കാൻ നിന്നിട്ടില്ല. ഞാനായിരുന്നല്ലോ ക്യാമറമാൻ. ഞാൻ പലരോടും അങ്ങോട്ട് പറഞ്ഞിട്ട് എന്നെ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അതാരും കണ്ടറിഞ്ഞ് ചെയ്യത്തില്ല. കാരണം അവർക്കിതൊന്നും അറിയത്തില്ലേ, ഞാനിപ്പോൾ തുടങ്ങിയതല്ലേ, അവർക്കിതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്നെ വല്ലാണ്ട് അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ലഞ്ചിലേക്ക് കഴിക്കാമായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചത്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് ആങ്ങളമാരും കൂടി പെങ്ങളെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ മാമൻ്റെ മൂത്ത മോളാണ്. അവളെല്ലാവരും കൂടി ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞ് കളിയാക്കിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് വെറീസ് ആക്കൂലേ, അത് പ്രത്യേക ഇഷ്ടം അവർക്ക്. അത് അവർ നല്ലതുപോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണ്ടേ. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക കേട്ടോ. ഓരോരുത്തരായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വെറീസ് ആക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോസിൽ വല്ലാണ്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ക്യാമറമാനും എല്ലാം ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും ഒന്നും പറഞ്ഞെത്താൻ പറ്റിയില്ല. മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ട്രിപ്പ് 2-3 ട്രിപ്പൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇവരിയ്ക്കുന്നത്. അതായത് മാമനും മാമീൻ്റെ അനിയത്തി, അമ്മ, അങ്ങനെയുള്ള എല്ലാവരും കൂടി കേട്ടോ. പിന്നെ എൻ്റെ അമ്മയും ഇവരോട് ഒപ്പാണ് ഇരുന്നത്. എല്ലാവരും മാനേജ് ചെയ്യേണ്ട കടമ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ. അവരൊക്കെ കഴിഞ്ഞ് അനിയത്തി ഇതാ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞാനൊരു സൈഡിൽ നിന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റിലേക്ക് വിളമ്പി കൊടുക്കാൻ. ഭർത്താക്കന്മാരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളായിരുന്നു എല്ലാവർക്കും വിളമ്പി കൊടുത്തത്. ഫുഡൊക്കെ ഓരോരുത്തർക്ക് ആവശ്യാനുസരണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ എല്ലാവരും ഒത്തുകൂടുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാട്ടെ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണെങ്കിലും വേറെ ഏത് വീട്ടിലേക്കാണെങ്കിലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എല്ലാവരും ഒന്ന്. അതായത് പ്രായമായ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ കാണുന്ന എൻ്റെ അമ്മച്ചനും അമ്മമ്മയൊക്കെയാണ്. അവർക്കൊക്കെ ഈ ഒരു നിമിഷങ്ങൾ, ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന നിമിഷങ്ങളൊക്കെ വലിയ സന്തോഷകരമായിരിക്കും. കാരണം ജീവിതത്തിൽ ഇനി അങ്ങനെ അധികം ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കുള്ള സമയം എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നു അവർക്ക് പറഞ്ഞാൽ അറിയിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അവരിപ്പോൾ ഈ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, മക്കളെ കളിയൊക്കെ ഒന്ന് കാണുക. ഇതൊന്നും അവർക്കിപ്പോൾ എല്ലാവരെയും വീട്ടിലേക്ക് കൂടി പണിയെത്തി കാണാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മളായിട്ട് കണ്ടറിഞ്ഞ് ഇടയ്ക്കൊക്കെ അവരുടെ അടുത്ത് പോവുക, അവരോടൊപ്പം കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞ് ഇതുപോലെയൊക്കെ സന്തോഷമായിട്ട് കഴിയുമ്പോൾ അവർക്കത് എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നത് ഓർത്ത് നോക്കൂ. പിന്നെ 2 ചോട്ടാസ്, അത് എൻ്റെ അനിയത്തിൻ്റെ മോളും എൻ്റെ മോനുമാണ്. ഇവരുടെ വട്ടസമ്മേളനം എന്തൊക്കെയൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അതായത് കുറേ നാളിന് ശേഷം കാണുന്ന പോലെയായിരുന്നു. ഇവരിടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ 2 പേരും ഒത്തുകൂടിയ വൻ വൈബാണ്. ചോട്ടാപ്രി, അതായത് എൻ്റെ മോനാണ് ഏറ്റവും പോക്കിരി. അവളെക്കാളും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അന്വേഷിയെ വിളിച്ചിട്ട് അവൾ നല്ലതുപോലെ വട്ടം ചുറ്റിക്കുന്നുണ്ടതിനെ. പിന്നെ ഏട്ടൻ ഇതിനൊക്കെ പറ്റിയൊരു ക്യാരക്ടർ കേട്ടോ. അതായത് ഹസ്ബൻഡ്
പിന്നെ അനിയത്തിൻ്റെ ഭർത്താവാണെങ്കിൽ എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് തന്നെ പ്രത്യേക രസമായിരുന്നു. പിന്നെ അനിയനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഏട്ടനും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മച്ചനും അമ്മമ്മയും താഴെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അവരുടെ വീട്, അമ്മൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവർ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അമ്മമ്മയ്ക്ക് പണ്ടത്തെ പോലെ കാലിന് സ്വാധീനമൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല, ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാറൊക്കെ എടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഉറക്കമൊന്നുമില്ല, സാധാരണ ഒരു സമയത്ത് ഉറങ്ങുന്നതാണ്, ഒരെണ്ണം ഉറങ്ങിയില്ല, നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടോ അവർ. പിന്നെ ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണശേഷമുള്ള വർത്താനം പറച്ചിലാട്ടോ ഈ കാണുന്നത്. അപ്പം ഇതിൽ കുറേ പേര് മിസ്സായിട്ടുണ്ട്, അവിടെ ഇവിടേക്ക് ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് അങ്ങനെ മുറ്റത്തൊന്നും കളിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും അവിടെ തകർത്തേ കളി നടക്കുന്നുണ്ട്. പിന്നെ അനിയത്തി, അതായത് മാമൻ്റെ ചെറിയ മോക്ക് കുറച്ചൊരു മടി കേട്ടോ ക്യാമറ ഫേസ് ചെയ്യാൻ. പിന്നെ എൻ്റെ അതായത് ഭർത്താവിൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോനാട്ടോ പോയി വന്നത്, അവരും അടുത്ത് തന്നെ ആയതുകൊണ്ട് അവരെയും വീട്ടിൽ കേട്ടോ. ഇതാണ് എൻ്റെ അമ്മച്ചിൻ്റെ അമ്മമ്മൻ്റെ വീട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാമൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് കുറച്ച് നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. പിന്നെ അമ്മയും അമ്മച്ചും ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി വെച്ചിട്ട്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടേക്ക് പോകുന്നു. പിന്നെ ഇവിടെയായിരുന്നു കുറച്ച് നേരം വർത്താനം. അമ്മച്ചൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുഴിച്ചുകൂടി ഇതൊക്കെ പറയുന്നുണ്ട്, കാരണം അവർ പ്രായമായ ആൾക്കാരല്ലേ, അവർക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ നിന്ന് മാങ്ങ ചെത്തി തരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഒരുവിധം എല്ലാം വയറ് ഫുള്ളായിട്ടാണ്. മാമൻ്റെ അടുത്ത് വന്നത്, പിന്നെ ഇവിടെ വന്നിട്ട് വല്ലാണ്ട് കഴിക്കാനൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് ഏകദേശം വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ച് മാമൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവിൻ്റെ അനിയനും കേട്ടോ ഈ തല്ലുമുടി കൂടുന്നതിന് കാരണമുണ്ട്. അവർ പഴയ കാല ഫ്രണ്ട്സും കൂടിയാണ്, അതായത് ക്ലാസ്മേറ്റ്സ്, ഒരുമിച്ച് പഠിച്ചവരാട്ടോ രണ്ടുപേരും. ഇപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് തല്ലുപിടിയൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ മാമീൻ്റെ അനിയത്തിൻ്റെ വീടാട്ടോ ഈ തൊട്ടടുത്ത്. ഇവരൊക്കെ അങ്ങനെ തൊട്ടാട്ടോ വീടുള്ളത്. മാമീൻ്റെ അമ്മേൻ്റെ തറവാട് അടുത്ത് തന്നെയാണ്. പിന്നെ നേരെ മാമീൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. അവിടെ ഏറ്റവും ഞങ്ങളൊക്കെ എല്ലാവരും ആദ്യം പോയത് ഈ റംബൂട്ടാൻ്റെ മരം കേട്ടോ. തൊട്ട് മുകളിൽ ഏറ്റവും മുകളിലാണ് റംബൂട്ടാനൊക്കെ നല്ലതുപോലെ പഴുത്തിറക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ വല്ലാണ്ട് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കല്ലേ പറഞ്ഞ് കിട്ടാണ് എടുത്തോടി എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. എൻ്റെ ഭർത്താവും അനിയത്തിൻ്റെ ഭർത്താവും ചാടി കയറി പിന്നെ പറിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ ഒന്ന് നൈസായിട്ട് തുടങ്ങിയിട്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് തിന്ന് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുന്നത്. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.